രൂപാന്തരീകരണ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ജീവിത ദുഃഖങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണ് എന്ന സത്യം താബോർ മലയിലെ രൂപാന്തരീകരണത്തിലൂടെ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. ശിഷ്യന്മാർ ദൈവികാനുഭൂതിയിൽ ലയിച്ചു. അവർ പറഞ്ഞു, ഇവിടെ നാം ആയിരിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവിക മേഖലയിലേക്ക് ഉയർത്തപ്പെടും. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. ഉൽപ്പത്തി 2:2 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ദൈവത്തിൻ്റെ ഈ വിശ്രമത്തിൽ സാബത്ത് ആചരണത്തിലൂടെ ഇസ്രായേൽ ജനം പങ്കുചേർന്നു. സാബത്ത് പ്രാർത്ഥനയുടെയും വിശ്രമത്തിൻ്റെയും ദിനങ്ങളാണ്. അത് ദൈവ സാന്നിധ്യത്തിൻ്റെ, സാമീപ്യത്തിൻ്റെ, ദൈവിക ഇടപെടലിൻ്റെ ദിനമാണ്. താബോർ സ്വർഗത്തിൻ്റെ വാതിലാണ്. അവിടെ പ്രാർത്ഥനാ നിരതനായ യേശു രൂപാന്തരപ്പെട്ടു. ശിഷ്യർ രൂപാന്തരീകരണത്തിൻ്റെ മഹനീയ ഫലങ്ങൾ നുകർന്നു. ഈ രൂപാന്തരീകരണ തിരുനാളിൽ യേശു നമ്മെ ക്ഷണിക്കുന്നത് ഈ ഒരു താബോർ അനുഭവത്തിലേക്കാണ്. നാം എവിടെയായിരിക്കുന്നുവോ അവിടം ഒരു താബോർ മലയാകും. നാം അവിടെ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ത്രിത്വൈക ദൈവവും അവിടുത്തെ വിശുദ്ധരും നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. വിശുദ്ധ പത്രോസ് ശ്ലീഹായെപ്പോലെ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന അനുഭവം നമുക്കുമുണ്ടാകും. പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തും. ഇന്നേ ദിവസം പ്രാർത്ഥനയിൽ നമുക്ക് ആഴപ്പെടാം. നമ്മുടെ ഭവനങ്ങളും ആശ്രമങ്ങളും നാം ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം ഒരു താബോർ മലയാകും. രൂപാന്തരീകരണത്തിൻ്റെ സൽഫലങ്ങൾ എല്ലാവർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താബോർ മലയിൽ പ്രകാശിതമായ ത്രിത്വൈക ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.